വെന്തിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു ചെരുവം കടായി എടുത്തിട്ട് ഈ വെന്ത ഇറച്ചി നമ്മൾ ആ കടായിലേക്ക് മാറ്റിയിട്ട്, അപ്പോൾ നമ്മൾ ഇറച്ചി അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഒരു തരി പോലും വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷേ ഇറച്ചി വെന്ത് കഴിഞ്ഞപ്പോൾ അതിലാവശ്യത്തിന് വെള്ളമായി. അങ്ങനെ ആ ചെരുവത്തിലേക്ക് മാറ്റിയിട്ട് അപ്പോഴേക്കും ചോറും വെന്തു. ഇതാണ് ചെരുവം. ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച ഇറച്ചി ഇതുപോലെ ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒന്നുമില്ലാണ്ട് തന്നെ നമുക്ക് കറിയായിട്ട് കൂട്ടാം. പക്ഷേ ഇത് നന്നായിട്ട് അത്രയും വെള്ളമുണ്ട്, ഒട്ടും വെള്ളം വെക്കാണ്ട് തന്നെ അതിലത്രയുണ്ട്. പിന്നെ മെയിൻ മാഗി ക്യൂബ്സ് അവിടെ ഇരുന്നത് കൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ, കുറച്ച് ടേസ്റ്റിന്. വേറെ മസാലകളൊന്നും ഇതിലിടുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന മാഗി ക്യൂബ്സ് ഞാൻ 2 അതിലേക്ക് ഇട്ടു. എന്നിട്ട് ആ ചോറ് അപ്പോഴേക്കും ആവി പോയി കഴിഞ്ഞിട്ടുണ്ടായി, ഒരു വിസിലടിച്ചിട്ട്. അത് നമ്മൾ ആ ചോറ് ഈ കൂട്ടിലേക്ക്, ഈ ഇറച്ചിയിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് അതാണ് ആ ഇറച്ചിയുടെ മസാലയുമായിട്ട് ഈ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്താലാണ് അതിൻ്റെ രുചി ഇറങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് ഇറച്ചി കുറവാണ് എന്നാൽ 5-6 പേർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇത് സൂപ്പർ സംഭവമാട്ടോ ഇറച്ചിച്ചോറ്. കൊച്ചി ഭാഗത്തൊക്കെ ഫേവറേറ്റാണ് ഇറച്ചിച്ചോറ്. നല്ല ടേസ്റ്റുമാണ് ഇറച്ചിച്ചോറ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന സാധനമാണ്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഇത് കഴിക്കാൻ കൊച്ചിയിൽ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഭവം അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇത്തിരി വെള്ളം ഇതിലുണ്ട്, ഇറച്ചിയുടെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളതായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് വീണ്ടും ഒരു പിടി പുതിനയിലയും മല്ലിയിലയും 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒരു ശകലം ഗരം മസാലയും കൂടി ഇട്ട്, ഗരം മസാല കേട്ടോ, അത് കളർ അങ്ങനെയാണ് കാണുന്നത്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അതിൻ്റെ മുകളിൽ ദമ്മിട്ട് വെക്കുക എന്ന് പറഞ്ഞ അരി ഞാൻ വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്. അപ്പോൾ നമ്മൾ കുക്കറിൽ ആവശ്യത്തിന് അരി വെന്തില്ലെങ്കിൽ തന്നെയും 3/4 വേവായിട്ടുണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഫുൾ വേവാവും അങ്ങനെ ദമ്മിട്ട് വയ്ക്കുമ്പോൾ. എന്നിട്ടൊരു 5-10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതാട്ടോ അവസ്ഥ. നല്ല മണം വരുമായിരുന്നു, നമുക്ക് കഴിക്കാൻ തോന്നുന്ന മണം അപ്പോൾ തന്നെ വരും, പ്രത്യേകിച്ച് ഒരു മസാലയും ചേർത്തിട്ടില്ലെങ്കിൽ പോലും. അങ്ങനെ നമ്മൾ എപ്പോഴത്തെയും ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഔഫുമാണ് ഇരിക്കുന്നത്. ഔഫിന് മണടിച്ചപ്പോൾ തന്നെ ഇഷ്ടമായിട്ട് ഓടി വന്നിരുന്നതാണ്. പുറകെ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റായിട്ട് നമ്മളിത് ചോദിച്ചിട്ട് പറയണല്ല കേട്ടോ, ഇങ്ങോട്ട് പറയുകയാണ്, അവർക്കത് ശീലമായി നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്, ഞാനും കഴിച്ചു. മാഷാ അല്ലാ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.